നാം പ്രതികരിക്കുന്നു, ഞാൻ പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ സുഹൃത്തുക്കളും പറയും, ആശാൻ എന്താ ഇതിൻ്റെ കാര്യം? വല്ല കാര്യമുണ്ട്, അവന്മാരെ നന്നാക്കാൻ എന്തിനാ പോകുന്നത്? പക്ഷെ നമുക്കത് പറഞ്ഞേ പറ്റൂ. ദിഖാവോ ചൽക്കെ യേ ദേശ് ഹേ തുമാരാ നേതാ തുമി ഹേ കൽക്കെ. അർത്ഥം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. നിങ്ങൾക്കറിയാം എന്നെനിക്കറിയാം, എങ്കിലും നിഷ്കളങ്കതയുടെ ശിരസിൽ നിങ്ങൾ നല്ല വഴിക്ക് നടന്നു കാണിക്കുക. കാരണം നാളത്തെ നേതാക്കന്മാരാണ് നിങ്ങൾ. നാളെ ഞങ്ങളെ ഉൾപ്പെടെ, എന്നെ ഉൾപ്പെടെ നയിക്കേണ്ട ആൾക്കാരാണ് നിങ്ങൾ. ക്ലോറിൻ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ സമൂഹം അഴുക്ക് ചാലിലൂടെ സഞ്ചരിക്കുമ്പോൾ കല അവരെ ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ നിന്ന സമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടി എന്ന്. ആരോ ചെറുതായിട്ട് കൈയടിച്ചു. അടിക്കാൻ വരട്ടെ, ചെങ്കൊടിയുടെ നിറം അല്പം മങ്ങിയിട്ടില്ലേ? ഇത് പറയാൻ ധൈര്യമുള്ളൊരു ചുരുക്കമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചെങ്കൊടിയുടെ നിറം വീണ്ടെടുക്കണം. അതിന് മാത്രമേ ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ പറ്റൂ. ഇന്നത്തെ സ്ഥിതിയിൽ പറ്റില്ല. ബോധിപ്പിച്ചുകൊണ്ടും ഞാൻ ഇത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. തുടർന്ന് കലാമണ്ഡലം കേശവൻ നീരാഞ്ജലി എന്ന കവിത ചൊല്ലിക്കൊണ്ട് ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മകനേ ചുടുചോര പൂക്കൾ ചിന്നിയ നെഞ്ചിൽ പുകപെറ്റൊരീ നാടിൻ അഭിമാനത്തോടൊപ്പം, മകനേ ചുടുചോര പൂക്കൾ ചിന്നിയ നെഞ്ചിൽ പുകൾ പെറ്റൊരീ നാടിൻ അഭിമാനത്തോടൊപ്പം, നിൻ ഛിന്ന ഭിന്നം ജഡം മൂവർണ്ണ കൊടിമൂടി മശവം കണക്ക് അച്ഛൻ മുന്നിലെന്നിറക്കുമ്പോൾ, നിൻ ഛിന്ന ഭിന്നം ജഡം മൂവർണ്ണ കൊടിമൂടി മശവം കണക്ക് അച്ഛൻ മുന്നിലെന്നിറക്കുമ്പോൾ. അസോസിയേഷനുകളുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ പ്രൊഫസർ പങ്കജാക്ഷൻ അവറുകൾ നിർവഹിച്ചു. സത്യത്തിലെ ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. യൂണിയനാഗ്രേഷൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ശ്രീ തിലകൻ അവറുകൾ എൻ്റെ റൂമിലേക്ക് വന്ന് സംസാരിച്ചിരുന്നപ്പോഴേ ഈ വൈക്കം ചന്ദ്രശേഖരനാരുടെ അശോകൻ്റെ ആ സംഭവം പറയുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ കോളേജ് ഒരിക്കലും നമ്മുടെ കോളേജ് ഇതുമായിട്ട് മറ്റു കമ്പയർ ചെയ്യാത്തതാണ് എന്നുള്ളതല്ല എന്ന് സംസാരിച്ചു. കോളേജ് യൂണിയൻ്റെ അസോസിയേഷൻസ് ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് ഞാൻ നിർവഹിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ആയിരത്തി 1999-2000 വർഷത്തെ കോളേജ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കോളേജ് യൂണിയൻ ഈ അധ്യയന വർഷത്തിൽ നടത്താൻ പോകുന്ന യൂണിയൻ പ്രവർത്തനം സംബന്ധിച്ചുള്ള പ്രവർത്തന രൂപരേഖ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന യൂണിയനെക്കുറിച്ചും യൂണിയൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മെ ആശങ്കപ്പെടുത്തുന്ന ചില ചർച്ചകളും സമൂഹത്തിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ജനാധിപത്യ വിരുദ്ധങ്ങളായ തീരുമാനങ്ങളെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് പുരോഗമനേച്ഛുക്കളായ വിദ്യാർത്ഥി സമൂഹമാണെന്ന് കോളേജ് യൂണിയൻ തിരിച്ചറിഞ്ഞു.
ലോകം മുഴുവൻ പുതിയ നൂറ്റാണ്ടിനെ വരവേൽക്കുന്നതിനു വേണ്ടിയുള്ള ആവേശകരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന തിരക്കിലാണിപ്പോൾ. അതോടൊപ്പം തന്നെ ഈ കോളേജിലെ വിദ്യാർത്ഥികളെ പുതിയ നൂറ്റാണ്ടിലേക്ക് നയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടി ഈ കോളേജിനുണ്ടെന്ന് എന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഈ അധ്യയന വർഷം കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികൾ നടത്തണമെന്ന് യൂണിയൻ ഉദ്ദേശിക്കുന്നു. യൂണിയൻ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. കോളേജ് കലോത്സവം, കോളേജ് ദിനാഘോഷം എന്നീ പരിപാടികൾക്ക് പുറമെ പുതിയ നൂറ്റാണ്ടിനെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള മാനവീയം പോലുള്ള നിരവധി പരിപാടികൾക്ക് യൂണിയൻ നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്ത കവികളെ ഈ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലിംഗ് സെന്റർ തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാർ കൺവീനർമാരായി പ്രവർത്തിക്കുന്ന ഈ സെന്റർ വിദ്യാർത്ഥികളുടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രശ്നവും ഇവിടെ കൊടുക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ ഉപകരിക്കും. വിദ്യാർത്ഥികളുടെ കലാവാസനകളെ കണ്ടെത്തി അവരെ രംഗത്ത് കൊണ്ടുവരാൻ ഒരു ആർട്സ് ക്ലബ് രൂപം കൊടുക്കുന്നുണ്ട്. മത്സര വിജയികൾക്ക് എ-സോൺ, ഇന്റർ-സോൺ തലങ്ങളിൽ പരിപൂർണ്ണ സഹായ സഹകരണങ്ങൾ യൂണിയൻ വാഗ്ദാനം ചെയ്യുന്നു. ക്യാമ്പസിലെ നാടക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തി ഒരു ക്യാമ്പസ് തിയേറ്ററിന് രൂപം നൽകും. ഇതുവഴി നാടകം, മൈം ഷോ തുടങ്ങിയവയിൽ പ്രത്യേക പരിശീലനം നൽകി യൂണിവേഴ്സിറ്റി വേദികളിൽ നമ്മുടെ കോളേജിന്റെ നിലവാരം ഉയർത്താൻ കഴിയുമെന്ന് നമ്മുടെ യൂണിയൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ അതിൽ അധ്യാപകനായിട്ട് ജീവിക്കണമെങ്കിൽ അത് ഇതേ കലാലയത്തിൽ തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നതിനാണ്. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഒരു കേരളത്തിലെ ശരാശരി കലാലയത്തിന്റെ മാനസിക നിലവാരം എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. To make a living out of chess, I had to run around, practice with someone as good as me or better. Check. It wasn't easy till I started using a computer. It brought out the best in me without the running around. If I were you, I wouldn't run around. I would run to NIIT. London? Yes, Mommy. My mother got it from her mother. Yeah. And I got it from your mother. So beautiful, isn't it? And now it goes to your daughter. Yes. Visit NIIT. NIIT Ottepalam Center, 2nd floor, Ottepalam Shopping Complex, Ottepalam. Phone 647078. Hotel Aramana, RS Road, Ottepalam. We, the staff and the management, consider Aramana as a home away from your home. Hotel Aramana and Restaurant, RS Road, Ottepalam. Aramana amalgamate comfort with luxury. Yes, it is a reaffirmation of the fact that for us, the customer comes the foremost. Hotel Aramana, RS Road, Ottepalam. Phone 0492 64412. Hospitality is the goddess of Aramana. Hotel Aramana, RS Road, Ottepalam. For non-AC rooms and the spacious AC conference hall. Hotel Aramana, RS Road, Ottepalam. എനിക്ക് നിങ്ങളെ റേഡിയോന്റെ പെട്ടി ഒന്ന് തരുമോ? റേഡിയോ ഇരിക്കുന്ന പെട്ടി അയക്കാൻ എന്നെ തലയും കറിഞ്ഞ് മുട്ടും കറിഞ്ഞ് ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്. റേഡിയോ ഇരിക്കുന്ന പെട്ടി അയച്ചാൽ എട്ടാണ് തരില്ല. എനിക്കത് റേഡിയോ ഇരിക്കുന്ന പെട്ടി. പക്ഷെ ഞാനിപ്പോ റേഡിയോ മെക്കാനിക്സ് ആണല്ലോ പഠിക്കുന്നത്. അക്കഥ നീ പറയണ്ട. SW MW 47 കമ്പനി തിരിച്ചറിയാ എന്താ പറയട്. മാഷ മെക്കാനിസം പഠിക്കാൻ എന്റെ കയ്യിൽ റേഡിയോ ഇല്ലയോ? അപ്പൊ എന്റെ കൂടെ താമസിക്കുന്ന മേജിക്കാരൻ അപ്പുല്ലേ, ഓൻ പറഞ്ഞിട്ടുണ്ട് റേഡിയോന്റെ പെട്ടി കിട്ടിയ മാജിക്കിലൂടെ റേഡിയോ ഉണ്ടാക്കി തരാന്ന്. അതിനാ ഓൻ അപ്പല്ല കുപ്പ വലിയ മേജിക്കാരൻ പറഞ്ഞ് നടക്കുക. ഒരു കുന്ത അറിയില്ലടാനി. ആ കറുത്ത ഉണ്ടാക്കണ ചെക്കനല്ല അപ്പ് നിറഞ്ഞല്ലേ. അവനൊരു വസ്തു അറിയില്ല. എടാ ഞങ്ങള് 10-15 പേരുള്ള വലിയൊരു ട്രൂപ്പല്ലടോ. ഗോപാല നൃത്ത കലാമണ്ഡലം. കുണ്ടക്കണ്ട വിശേഷങ്ങൾ കുങ്കാട്ട എന്റെ ഫ്രണ്ടിട്ടല്ല ഉണ്ണി കുണ്ട്. ഓ റേഡിയോ മെക്കാനിക്സ് ആണ് പഠിക്കുന്നത്. കുറയാ കുന്നായിട്ട് കുറയാ കൂടെ കൂട്ടലുണ്ട്. കുസ് W കും W 47 കുജി കുറയാ.
അപ്പൊ അവന് നന്നാക്കി പഠിക്കാൻ അവന്റെ കയ്യിൽ ഒരു റേഡിയോ ഇല്ല. കുന്നാക്കി കുടിക്കാൻ കൂടിയോ കുല്ലാതെയാക്കോ കൂടിയോ കുക്കാൻസം കുടിക്കണത്. വിദ്യാർത്ഥികളുടെ സർഗവാസങ്ങളെ പ്രതിഫലിപ്പിക്കാനുള്ള ക്യാമ്പസ് വേദി യൂണിയൻ ആർട്സ് ഡേ നവംബർ 22-23 തീയതികളിൽ നടന്നു. വർണ്ണോത്സവം എന്ന പ്രസ്തുത പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയപ്പെടുന്ന സാംസ്കാരിക നായകനും ഷൊർണൂർ SN കോളേജിന്റെ പ്രിൻസിപ്പളുമായ പ്രൊഫസർ അരുണനായിരുന്നു. ആകർഷകമായ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഭാവരാഗ താളങ്ങൾ സമന്വയിച്ച കലാവേദിക്ക് തിരശ്ശീല ഉയർന്നു. വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ അവിസ്മരണീയമായിരുന്ന വർണ്ണോത്സവ വേദികളിലൂടെ മനുഷ്യ സ്പർശികളായ നമുക്കാർക്കും പിടികിട്ടാത്ത സാഗരം പോലെ വ്യാപകമായ വിശദമായ ഒരുപാട് മേഖലകളുണ്ട്. അവിടേക്കൊക്കെ നുഴഞ്ഞു കയറാനുള്ള വ്യഗ്രത ആത്മാർത്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിതം മറ്റുള്ളവർക്ക് വിട്ട് ത്യജിക്കുന്ന രൂപത്തിൽ കലയുടെ മണ്ഡലത്തിലും നിങ്ങൾക്കൊക്കെ തന്നെ പ്രകാശം ചൊരിയാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി അങ്ങനെ ഒരു ചടങ്ങുണ്ടെങ്കിൽ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നമസ്കാരം. ഈ ആർട്സ് ഫെസ്റ്റിവലിൻ്റെ സുഖകരമായ നടത്തിപ്പിന് വേണ്ടി ഞങ്ങളോട് സഹകരിച്ച എല്ലാ അധ്യാപകർക്കും അനധ്യാപക സുഹൃത്തുക്കൾക്കും മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആദ്യമായി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ അരുൺ സാറിന്
കോളേജ് യൂണിയൻ്റെ പേരിലും എൻ്റെ പേരിലും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ തികച്ചും ഒരു ഔപചാരികതയുടെ പേരിൽ മാത്രം അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. വർണ്ണോത്സവ വിജയികൾ അവതരിപ്പിച്ച കലാപരിപാടികളുടെ പ്രസക്ത ഭാഗങ്ങൾ. പുതുപ്പൂപ്പാലികയിൽ പൂക്കളുമായി ഞാൻ ഇടവഴിയോരത്തു മറഞ്ഞു നിൽക്കേ, മുന്നിൽ കണിക്കൊന്ന പൂത്തുവെന്നോതി നീ എന്നെ പുകഴ്ത്തിയതോർമ്മയുണ്ടോ, എന്നെ പുകഴ്ത്തിയതോർമ്മയുണ്ടോ. പുതുപ്പൂപ്പാലികയിൽ പൂക്കളുമായി ഞാൻ ഇടവഴിയോരത്തു മറഞ്ഞു നിൽക്കേ, മുന്നിൽ കണിക്കൊന്ന പൂത്തുവെന്നോതി നീ എന്നെ പുകഴ്ത്തിയതോർമ്മയുണ്ടോ, എന്നെ പുകഴ്ത്തിയതോർമ്മയുണ്ടോ. നാദബ്രഹ്മം നാദബ്രഹ്മം നാദീയ സുന്ദര പരബ്രഹ്മം, നാദബ്രഹ്മം നാദബ്രഹ്മം നാദീയ സുന്ദര പരബ്രഹ്മം, അഗ്നിയും വായുവും ചേരുതിനാദം, അഗ്നിയും വായുവും ചേരുതിനാദം, സപ്തസ്വരങ്ങളിൽ സംഗീതമന്ത്രം, നാദബ്രഹ്മം നാദബ്രഹ്മം നാദീയ സുന്ദര പരബ്രഹ്മം. പൂപ്പുവന്നിന്നൊരു വശ്യമനോ നിന്റെ പൂപ്പുവന്നിന്നൊരു വശ്യമ